ബലപ്രയോഗം നടക്കുന്നുണ്ട്. നേരത്തെ SFIയുടെ മാർച്ച് ഉള്ളതിനേക്കാൾ കൂടുതൽ പോലീസ് സന്നാഹം ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ട്. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. ഇടത് മുന്നണിയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇതിനകം തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, നേരത്തെയും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഗവർണർക്ക് ഉണ്ടായതാണ്. ഭാരതാംബ വിഷയത്തിൽ തന്നെ. അതിനു പുറമെയാണ് സെനറ്റ് ഹാളിൽ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഭാരതാംബയുടെ ചിത്രം വച്ച് സംഘപരിവാർ അനുകൂല സംഘടന നടത്തിയ ഒരു അടിയന്തരാവസ്ഥ 50ാം വാർഷികാചരണം, അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം, ഗവർണർ എത്തുമ്പോൾ സർവകലാശാല ആസ്ഥാനത്തുണ്ടായ പ്രതിഷേധം, അതിന്റെ തുടർചലനങ്ങൾ കേരളത്തിനാകെ പടരുകയാണ്. ക്യാമ്പസുകളിൽ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുമെന്ന ബാനറുകളുമായി SFI KSUവും ഒക്കെ രംഗത്ത് വന്നതാണ്. ഇപ്പോഴും ശക്തമായ പ്രതിഷേധം DYFIയുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാകുന്നു. വനിതാ പ്രവർത്തകർ അടക്കമുള്ള പ്രവർത്തകർ പോലീസിന്റെ ജലപീരങ്കിയെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ്. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. നമുക്കറിയാം, നേരത്തെ ഗവർണറുടെ സുരക്ഷാ വീഴ്ചയടക്കം സെനറ്റ് ഹാളിലടക്കം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ പോലീസിന് അനുവദിക്കാനാവുന്നതല്ല. കാരണം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സേനയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ഒരു വശത്ത് BJP ഉയർത്തുന്നു. ഗവർണറുടെ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ അപ്പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. പോലീസ് അവരെ പ്രതിരോധിക്കുന്നു. പോലീസും പ്രവർത്തകരുമായും കുന്തും തള്ളും. 2 പ്രവർത്തകർ ഇതിനകം അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ രാജ്ഭവനിലേക്കുള്ള പ്രധാന പാതയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് അവരെ തടയുന്നു. വലിയ പോലീസ് സന്നാഹം അവിടെയുമുണ്ട്. ഏതായാലും സംഘർഷാത്മകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് മാറുകയാണ് സർക്കാർ ഗവർണർ പോര്. സർവകലാശാലയിൽ ഗവർണർക്കെതിരെയുള്ള നീക്കങ്ങൾ, രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത നടപടി, രജിസ്ട്രാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും രജിസ്ട്രാർ സർവകലാശാലയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഗവർണർ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആരോപണം ഉന്നയിച്ചാണ് രജിസ്ട്രാർ നിലപാടെടുത്തത്. പക്ഷേ രജിസ്ട്രാർക്ക് പിന്തുണയുമായി ഇപ്പോൾ ഇടതുമുന്നണി ഒന്നടങ്കം എത്തുന്നു. SFIയും DYFIയും എത്തുന്നു. ഗവർണർ നടപടിക്ക് പോലീസുകാരുമായി ശക്തമായ ബലപ്രയോഗമുണ്ടാകുന്നു. DYFI പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം. SFI പ്രവർത്തകർക്ക് സമാനമായി DYFI പ്രവർത്തകരും ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. SFI പ്രതിഷേധത്തിന് പിന്നാലെയാണ് DYFI പ്രവർത്തകരും അവിടെ രാജ്ഭവന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ബാരിക്കേഡിന് മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് DYFI പ്രവർത്തകർക്ക് നേരെ. പക്ഷേ 4-5 പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന പോലീസ് വലയം ഭേദിച്ച് മുന്നേറാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ SFIയുടെ പ്രതിഷേധത്തിന് നേരെയും ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ABVP ഒഴികെയുള്ള മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഗവർണർ സെനറ്റ് ഹാളിലെ ഈ വിവാദത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ, അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടിക്കെതിരെ വിവിധ തരത്തിൽ പ്രതികരണവുമായി എത്തിയിരുന്നു. KSUവും ഉൾപ്പെടെ ഉള്ള സംഘടനകളാണ് ഇപ്പോൾ VCയുടെ ഈ നടപടിയെ അത് RSS കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്നുള്ള വിമർശനവുമായി രംഗത്തെത്തിയത്. തൊട്ടു പിന്നാലെയാണ് പ്രതിഷേധം തുടരുമെന്നുള്ള പ്രഖ്യാപനം DYFIയും SFIയും നടത്തിയത്. ഉടൻ തന്നെ പ്രതിഷേധവുമായി ആദ്യം SFI എത്തുന്നു. ഇപ്പോൾ ഇതാ DYFI പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡുകൾ മറച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമം തുടരുകയാണ്. നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ 4-5 പ്രവർത്തകർ ഇതിനോടകം തന്നെ ബാരിക്കേഡ് മറികടന്ന് ഇപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടയിലായിട്ടുണ്ട്. മറുവശത്ത് DYFI പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡുകൾ തള്ളിയിടാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൃത്യമായ ഏറ്റുമുട്ടൽ എന്ന് വിശേഷിപ്പിക്കാം. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ അത് ചില്ലറയല്ലാത്ത വിവാദങ്ങൾക്കാണ് തിരികൊളുത്തുന്നത്. തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ആ പരിപാടി റദ്ദാക്കിയ രജിസ്ട്രാർക്കെതിരെയാണ് VC ഇപ്പോൾ അത് ഗവർണർക്കെതിരെയുള്ള അനാദരവ്, ഒപ്പം ബാഹ്യശക്തികൾക്ക് അടിപ്പെട്ടുകൊണ്ട് നിയമവിരുദ്ധമായി ചട്ടലംഘനം നടന്നു എന്നുള്ള ഒരു പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ സാഹചര്യത്തിൽ നടപടിയെടുക്കുന്നു എന്ന വിശദീകരണവുമായി VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് നീങ്ങിയത് കാണാം. വീണ്ടും പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണ്. അരുൺ, ഈ പോലീസ് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എണ്ണത്തിൽ കുറവാണോ?
അരുൺ അവിടെ തിരക്കിലുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ പോലീസുമായി നേരിയ തോതിൽ ഉന്തും തള്ളും സംഭവിക്കുന്നു. പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. അവിടെ ജലപീരങ്കി ഇതിനോടകം ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും അതും മറികടന്നുള്ള ഒരു പ്രതിഷേധ തീ അവിടെ കാണാൻ സാധിക്കുന്നു. രാജ്ഭവന് മുന്നിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് എത്തുന്നു. SFI മാർച്ച് തൊട്ടു മുമ്പാണ് രാജ്ഭവന് മുന്നിലേക്ക് എത്തിയത്. അത് ജലപീരങ്കി പ്രയോഗിച്ചു, പ്രവർത്തകർ പിൻവാങ്ങി. പക്ഷേ ഡിവൈഎഫ്ഐ പ്രതിഷേധം അല്പം കൂടി മുന്നോട്ട് കടക്കുകയാണ്. അരുൺ, ഈ ബാരിക്കേഡ് ചാടിക്കടന്ന് ഒരുപാട് പേർ പോലീസ് നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയല്ലോ. പോലീസുകാരുടെ എണ്ണത്തിൽ കുറവുണ്ടോ? അത്ര വലിയ പ്രതിഷേധം അവർ പ്രതീക്ഷിച്ചിരുന്നില്ലേ? ബാരിക്കേഡിനപ്പുറത്തും ധാരാളം പോലീസുകാരുണ്ട്. പോലീസ് ശക്തമായി തന്നെ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നുമുണ്ട്. ഈ ഇവിടെ നിൽക്കുന്ന പ്രവർത്തകർ ബാരിക്കേഡ് കഴിയില്ല. കാരണം രാജ്ഭവനത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട്. അത് മറികടന്ന് വേണം പ്രവർത്തകർക്ക് രാജ്ഭവൻ ഗേറ്റിനടുത്തേക്കെങ്കിലും പോകാൻ. അതിന് സാധ്യത വളരെ വിരളമാണ്. ഈ ബാരിക്കേഡ് ചാടിക്കടന്നാലും ഗവർണറുടെ രാജ്ഭവന്റെ സമീപത്തേക്ക് എത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ആ ഭാഗത്തുമുണ്ട്. വലിയ പോലീസ് സന്നാഹം അവിടെ ഉണ്ട്. പോലീസിന്റെ വലിയ വിന്യാസം അവിടെ ഉണ്ട് എന്നാണ് VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്ഭവനിൽ മുന്നിൽ നിന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധവുമായി എത്തിയ ഡിവൈഎഫ്ഐയുടെ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബാരിക്കേഡുകൾ മറികടന്നേക്കാനും പ്രവർത്തകർ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിലും അതിനപ്പുറവും പോലീസിന്റെ വലിയൊരു വിന്യാസമുണ്ട്. ആ വിന്യാസത്തെ മറികടന്ന് മുന്നോട്ട് പോവുക പ്രവർത്തകർക്ക് ഏറെക്കുറെ അസാധ്യമാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വലിയ പ്രതിഷേധം അവിടെ ഉയർത്താൻ അവിടെ യുവജന സംഘടനകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ നടപടി, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി, അത് വലിയ പ്രതിഷേധത്തിന്, വ്യാപക വിമർശനത്തിന് ഇടവെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSU ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ABVP ഡോക്ടർ KS അനിൽകുമാർ ചട്ടവിരുദ്ധമായ നിയമനത്തിലൂടെ രജിസ്റ്ററായത് CPMന്റെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണെന്നുള്ള പ്രസ്താവനയാണ് നടത്തുന്നത്. ചാൻസലറോട് അനാദരവ് കാണിച്ചതിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതാർഹമാണ് എന്നും ABVPയുടെ വാർത്താക്കുറിപ്പുണ്ട്. അതേസമയം മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾ എല്ലാവരും ഈ നടപടിയെ എതിർത്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ ഇതിൽ വിമർശനാത്മകമായിട്ടുള്ള വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ കേരള സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ അതിരുകടക്കുന്നു എന്നുള്ള പരാമർശവുമായിട്ടാണ് രംഗത്തെത്തിയത്. കേരള യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ KUTയും കേരള രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ഗുരുതരമായ പിശകാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഇതേ തുടർന്നുള്ള വിവാദങ്ങൾ, ചർച്ചകൾ, വാഗ്വാദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ പ്രതികരിച്ചിരുന്നു. അതിനുമപ്പുറത്തേക്ക് കേരള സർവകലാശാല VCയുടെ നടപടി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് രജിസ്ട്രാറുടെ ഭാഷ്യം. നിയമപരമായി മുന്നോട്ട് പോകും. നിയമപരമായി 100% വിജയം നേടാൻ കഴിയുന്ന തരത്തിൽ താൻ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് രജിസ്ട്രാർ അനിൽകുമാർ പ്രതികരിച്ചത് നേരത്തെ. രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്ന മാർച്ച് ഇപ്പോഴും അത് സംഘർഷഭരിതമായി തുടരുന്നു. പ്രവർത്തകരെ ശാന്തരാക്കുവാൻ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് സാധ്യമാകുന്നില്ല. പിന്തിരിഞ്ഞു പോകണമെന്ന് മറ്റുള്ള പ്രവർത്തകരും ആവശ്യപ്പെടുന്നു. പക്ഷേ പ്രതിഷേധം അത് പരമാവധി രേഖപ്പെടുത്തി തന്നെയാണ് പ്രവർത്തകർ അവിടെ രാജ്ഭവനിന് മുന്നിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും തൊട്ടു മുമ്പാണ് SFIയുടെ പ്രതിഷേധ മാർച്ച് നടന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാജ്ഭവനിന് മുന്നിൽ സംഘർഷാത്മകമായിട്ടുള്ള നിമിഷങ്ങൾ, സാഹചര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ.